ഹലോ ഗായ്സ്, ഇന്ന് നമുക്കൊരു തക്കാളി ചട്ടിനി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അമ്മ ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇഡ്ഡലിക്ക് കൂട്ടാനായിട്ട് സാമ്പാറാണ് ഉണ്ടാക്കി വെച്ചത്. സാമ്പാർ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഇഡ്ഡലിക്ക് ആകുമ്പോൾ നമുക്കൊരു വെറൈറ്റിക്ക് ഒരു തക്കാളി ചട്ടിനിയും കൂടി ആവാമല്ലോ. അങ്ങനെ ചട്ടിനി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് ഞാൻ പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ ചൂടാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. വെളുത്തുള്ളി ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും, അധികം വാടണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കിയപ്പോൾ തന്നെ ഞാൻ മറ്റേ മുളകില്ലേ, ചുവന്ന മുളക്, അങ്ങാടി മുളക് എന്ന് പറയുന്നത്, അതിൻ്റെ മുളക് ഒരു 4 എണ്ണം ഇട്ട് കൊടുത്തു. അതിൻ്റെ അകത്തേക്ക് കുറച്ച് കറിവേപ്പില, അത് രണ്ട് ചൂടായി വന്നതിന് ശേഷമാണ് കേട്ടോ, ഒന്ന് വാടി വന്നതിന് ശേഷമാണ് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തത്. അങ്ങനെ കറിവേപ്പില ഇട്ട് കൊടുത്തു. കറിവേപ്പില ഇട്ട് ഞാൻ ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മൾ തക്കാളി അല്ലാത്ത ഉള്ളി ഇട്ട് കൊടുത്തു. ഉള്ളി ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി, ഒന്ന് വാടി വരുന്നവരെ ഒന്ന് നൈസായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. അങ്ങനെ കുറച്ച് നേരം ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, നമ്മൾ തക്കാളി ചട്ടിനി എന്നാണല്ലോ പറയുന്നത്, അപ്പോൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് തക്കാളി. അങ്ങനെ തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളിയും ഉള്ളിയൊക്കെ നല്ലപോലെ വാടി വരുന്നവരെ കൊജാന്ന് പറഞ്ഞിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നു. കരിയരുത് കേട്ടോ, കരിയൊന്നുമില്ല, എന്നാലും അടുക്കളയിൽ കയറി ശീലമുള്ളവരാണെന്ന് വെച്ചാൽ കരിയില്ല. ഞാനൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ കഴിഞ്ഞുകൂടായിരിക്കും ഇല്ല. എന്തായാലും നല്ല രീതിയിൽ ഇളക്കി കൊടുത്തു. അതൊന്ന് നല്ല രീതിയിൽ വാടി വരുന്നവരെ വീഡിയോ എടുക്കുന്നതും ഇളക്കുന്നതും എല്ലാം ഞാൻ തന്നെയാണ്. അതുകൊണ്ടാണ് കേട്ടോ ക്യാമറ ഇങ്ങനെ ചന്നം ചിന്നം പോകുന്നത്. ഇനി അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ ഉപ്പിട്ട് കൊടുക്കുക. വേണമെങ്കിൽ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇടാം കേട്ടോ, കാരണം ഉള്ളി ഒന്ന് വാടാൻ എളുപ്പമാണ്. ഉപ്പിട്ട് കഴിഞ്ഞാൽ ഉള്ളി വേഗം വാടി കിട്ടും. പക്ഷേ തക്കാളിയും കൂടെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തക്കാളി ഇട്ടതിന് ശേഷം ഉപ്പിട്ടത്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഉള്ളി ഇട്ടിട്ട് അപ്പം തന്നെ ഉപ്പിടേണ്ടവർക്ക് അങ്ങനെ ഇടാം. ഞാൻ ഉള്ളിയും തക്കാളി ഇട്ട് കഴിഞ്ഞ് ഒന്ന് ചെറുതായിട്ട് വാടി വന്നതിന് ശേഷമാണ് ഞാൻ ഉപ്പിട്ട് കൊടുത്തത്. ഉപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് വീണ്ടും കജകജാന്ന് പറഞ്ഞ് ഇളക്കിക്കൊണ്ടിരിക്കണം, നല്ല പോലെ വാടി വരുന്നവരെ. നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ക്യാമറ താത്തിയതാണ്, പക്ഷേ ക്യാമറ എവിടെയോ, പാത്രം എവിടെയോ, എൻ്റെ കൈ എവിടെയോ, അങ്ങനെയൊക്കെയാണെന്നുള്ളത് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത സമയത്താണ് എനിക്ക് മനസ്സിലായത്. തീ കുറച്ചിട്ടതാണെങ്കിൽ കുറച്ച് കൂട്ടി കൊടുക്കുക, ഒന്ന് വാടി വരുന്നവരെ. ഞാൻ കുറച്ചിട്ടത് ലോ ഫ്ലെയിമിലാണ് ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒന്ന് ഹൈ ആക്കി, ഒന്ന് വാടി നല്ലപോലെ വാടി കിട്ടാൻ വേണ്ടി ഹൈ ആക്കി ഇടിച്ചു. അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തൊക്കെ വിശേഷം, ഇളക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വിശേഷങ്ങളൊക്കെ ഓരോരുത്തർ കമൻറ്റ് ഇട്ടോളൂ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും വളരെ നന്ദിയുണ്ട്. കാരണം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. 2-3 വർഷം മുന്നേ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടാൻ തുടങ്ങിയിട്ട് 2 ആഴ്ച ആയിട്ടേ ഉള്ളൂ. 2 ആഴ്ച വരെ ഞാൻ ഈ വീഡിയോ ഇടാൻ തുടങ്ങുന്നവരെ 4-5 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം എനിക്ക് 100-ൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിലും ഇതിൽ ലൈക്ക് ചെയ്യുന്നതിലും എല്ലാവർക്കും താങ്ക് യു. വാടിക്കഴിഞ്ഞ തക്കാളി ഉള്ളിയും വേറൊരു ജാറിലേക്ക് ഇട്ടിട്ട് ഞാൻ വീണ്ടും അതേ പാൻ തന്നെ അടുപ്പത്ത് വെച്ച് കത്തിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കടുക് ഇട്ടു. പിന്നെ കടുക് ചടപട പൊട്ടിയതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളുത്തുള്ളിയും ഇടാം. കറിവേപ്പില ഇട്ട് വെളുത്തുള്ളി ഇട്ടുങ്ങാൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ നേരത്തെ നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള തക്കാളി ഉള്ളിയും ജാറിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടുപ്പത്തിട്ട സാധനങ്ങൾ ചൂടായപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ അടിച്ചു വെച്ച കൂട്ട് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ ചട്ടിനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. ഞാൻ ഈ ചട്ടിനി ഇഡ്ഡലിക്കാണ് ചൂട്ടി കഴിച്ചത്. അടിപൊളിയായിരുന്നു. എന്തായാലും ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.